റെസ്റ്റോറൻറ്റുകളിൽ നിന്നും വാങ്ങുന്ന ചില്ലി ചിക്കനേക്കാൾ വളരെ രുചികരവും അതുപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ചില്ലി ചിക്കൻ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണുക. ഇവിടെ ഞാൻ ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് എല്ലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ഒരു 350 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ചിക്കൻ നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു 3 സ്പൂൺ കോൺഫ്ലവർ ആണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലവർ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ച് നല്ലതുപോലെ അടിച്ച് അത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച കുരുമുളക് പൊടി 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം. കുരുമുളക് പൊടി നിങ്ങൾ ചതച്ചത് മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്, അല്ലാതെ നല്ലതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കരുത്. കാരണം ചതച്ചതാണ് നമുക്ക് ചില്ലി ചിക്കന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിക്കൻ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക. ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കേണ്ടതാണ്. അരമണിക്കൂറിന് ശേഷം ഇതുപോലെ ചൂട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം ഡീപ്പായിട്ടുള്ള രീതിയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. കാരണം ഒരുപാട് ലൈറ്റ് ഫ്രൈ അല്ല നമുക്ക് വേണ്ടത്, അല്പം സ്ട്രോങ് ആയിട്ടുള്ള ഫ്രൈ ആയിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാം. റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് കൂടുതൽ പണം കൊടുത്ത് വാങ്ങുന്ന ചില്ലി ചിക്കനേക്കാൾ വളരെ രുചിയുള്ളതും അതുപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്കും വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ചില്ലി ചിക്കൻ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം തന്നെയാണ് ചില്ലി ചിക്കൻ. നമുക്കിത് സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ അപ്പം, റൊട്ടി എന്നിവയുടെ കൂടെയും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഒരു ചിക്കൻ എല്ലാം ഒരു നേരിയ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഒരു അല്പം കൂടെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇപ്പം അതിൻ്റെ ശരിയായ രീതിയിൽ തന്നെ, അതായത് ഒരു കറക്റ്റ് ബ്രൗൺ കളറാണ് വന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇനി ഇത് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റി കൊടുക്കുക. സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന, അതായത് നമ്മൾ ഒരു ചില്ലി ചിക്കൻ മേടിക്കുന്ന കാശുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ എല്ലാ അംഗങ്ങൾക്കും ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ചില്ലി ചിക്കൻ തയ്യാറാക്കാൻ കഴിയുന്നതാണ്. വറുത്ത് കോരിയ ചിക്കൻ നമുക്കൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ചിക്കൻ വറുത്ത ആ ഒരു വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി നേരി ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്കിതൊന്ന് നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആ ഒരു നേരി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഞാൻ നല്ല എരിവുള്ള ഒരു 5 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ പച്ചമുളക് ഒന്ന് നേരിയ രീതിയിൽ ഒന്ന് വാടി വരുന്നത് വരെ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് വളരെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 സ്പൂൺ സവോള ചെറുതായി കട്ട് ചെയ്തതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സവോളയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. അതും ഇതുപോലെ ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചതുരത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഇതേപോലെ തന്നെ ചതുരത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇനി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഈ ഒരു സവോളയും ക്യാപ്സിക്കവും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്കിതൊന്ന് നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 1.5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അതുപോലെ തന്നെ സവോള ഇതെല്ലാം വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് കുറുക്കി വെച്ചിരിക്കുന്ന, അതായത് കോൺഫ്ലവറും വെള്ളം കൂടെ കലക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം ആ ഉപ്പെല്ലാം അതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് തക്കാളി ചതുരത്തിൽ കഷ്ണം ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഒപ്പം പച്ചമുളകും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഇപ്പം ചേർത്തതിന്റെ കാരണം നേരത്തെ ചേർത്ത് കൊടുത്താൽ അത് വെന്ത് ഇതിനോടൊപ്പം അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിനകത്തേക്ക് സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം നമുക്കൊരു 1.5 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 1.5 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചില്ലി സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ സോസ് ഐറ്റംസ് എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ഇനിയും ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് അല്പം അജിനോമോട്ടോയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അജിനോമോട്ടോ അത്ര വലിയ അപകടകാരികളൊന്നുമല്ല. വളരെ ആവശ്യത്തിന് അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ള ഒരു കെമിക്കലല്ല ഈ അജിനോമോട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തെല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് അല്പം വിനാഗിരിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ വിനാഗിരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു ചിക്കൻ്റെ കഷ്ണങ്ങളിലെല്ലാം നമ്മുടെ ഒരു ഗ്രേവി എല്ലാം നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് ഗ്രേവിയോട് കൂടിയുള്ള ഒരു ചില്ലിയാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമുക്ക് ഡ്രൈ ചില്ലി ചിക്കൻ തയ്യാറാക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്ന കോൺഫ്ലവറിന്റെ അളവ് അല്പം കുറച്ചാൽ മാത്രം മതി. അതുപോലെ ഞാൻ ഇതിനകത്ത് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ചെടുത്ത കുരുമുളക് ഏകദേശം ഒരു 1.5 സ്പൂൺ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ കുരുമുളകെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആ ഒരു ചിക്കനുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ആ ഒരു ചിക്കൻ്റെ അകത്ത് ആ ഒരു കുരുമുളക് പൊടിയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് അധികം സമയമൊന്നും സ്റ്റൗവിൽ വെക്കേണ്ട കാര്യമില്ല. ഏകദേശം നമ്മുടെ ഒരു ഗ്രേവി ചില്ലി ചിക്കൻ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never